ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 1. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. സാരാംശം: നാരായണീയ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഈ ശ്ലോകം മുതൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 2-ാം സ്കന്ധം ഈ ശ്ലോകം തൊട്ട് ആരംഭിക്കുകയാണ്. 2-ാം സ്കന്ധത്തിലെ 1ഉം 2ഉം അധ്യായത്തിൽ വിശദീകരിക്കുന്ന യോഗാനുഷ്ഠാനമാണ് ഈ ദശകത്തിലെ പ്രധാന വിഷയം. നല്ല ആരോഗ്യമാണല്ലോ ഏറ്റവും നല്ല സമ്പത്ത്. ആരോഗ്യമുണ്ടായാൽ മാത്രമേ എല്ലാ കാര്യവും സംതൃപ്തിയോടെ ചെയ്യാനാകൂ. ഇവിടെ ഭട്ടതിരിപ്പാട് തൻ്റെ വാതരോഗം കാരണം നല്ലവണ്ണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ ഉപാസനകളൊന്നും ആചരിക്കാൻ പറ്റുന്നില്ല. തന്മൂലം അനുഭവിക്കുന്ന മാനസിക പീഡനകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു. ആയതിനാൽ ഭക്തർക്ക് അഭീഷ്ട വരദാനങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടാക്കി തരണമേ. എന്നാൽ മാത്രമേ വിധിപ്രകാരം അങ്ങയെ ഉപാസിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാന പ്രാർത്ഥന. മതിയാം വണ്ണം ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ, അല്ലയോ ഗുരുവായൂരപ്പ, പതഞ്ജല മഹർഷി നിർദ്ദേശിച്ചതുപോലെ പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് വലിയ കാലതാമസം കൂടാതെ അങ്ങയെ ഞാൻ പ്രസാദിപ്പിച്ചുകൊള്ളാം എന്നൊരു പ്രതിജ്ഞ കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നിവയാണ് അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞ 8 വിധികൾ. എന്തുതന്നെയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കാര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായൊരു വസ്തുതയാണ്. നിഷ്കാമ ഭക്തിയിൽ കൂടി ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ഭക്തി കൊണ്ടേ ഭഗവാൻ പ്രസാദിക്കൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.